ഹലോ ഫ്രണ്ട്സ്, ഇതിനെ കുറിച്ചാണ് നമ്മൾ കാണാൻ പോകുന്നത് ബൊറുട്ടോ നാറൂട്ടോസ് നെക്സ്റ്റ് ജനറേഷനിലെ 2 എപ്പിസോഡുകളാണ്. എപ്പിസോഡ് നമ്പർ 60ഉം 61ഉമാണ്. ദ അയൺ സാൻഡ് യൂസർ ഷിൻകി, ദ ഹിഡൻ ലീഫ് വേഴ്സസ് ദ ഹിഡൻ സാൻഡ് എന്ന എപ്പിസോഡുമാണ്. എപ്പിസോഡ് വൈസ് പറഞ്ഞാൽ അങ്ങനെ, ഇനി സീസൺ വൈസ് പറഞ്ഞാൽ നമ്മുടെ സീസൺ 2ലെ എപ്പിസോഡ് നമ്പർ 8ഉം 9ഉമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമുക്ക് നേരെ നമ്മളുടെ എപ്പിസോഡിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ആദ്യം കാണിക്കുന്നത് നമ്മളുടെ ക്യൂട്ട് ബേബി സറാഡേനെയാണ്. നമ്മളുടെ സറാഡയാണെങ്കിൽ അടുത്തത് നമ്മളുടെ സറാഡയുടെ മാച്ചാണ്. അതുകൊണ്ട് ബാക്കിയുള്ള ടീമുകളെല്ലാം നിന്നെക്കൊണ്ട് പറ്റുമെന്ന് പറയാണ്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളുടെ ലീഫ് വില്ലേജ് എന്ന രീതി വന്നേക്കാണ്. മിറ്റ്സുഗി നമ്മളുടെ ബൊറൂട്ടോ സറാഡയാണ് ഫൈനൽസിലേക്ക് പോകാൻ നിൽക്കുന്നത്. അപ്പോഴത്തേക്കും അവർ ആണ് അടുത്തത്. ബാക്കി തോറ്റ ടീമെല്ലാം കൂട്ടുന്നില്ല. കാരണം അവർ ലീഫ് വില്ലേജ് നമ്മൾ ഒരു കവറിങ് നമ്മൾ ഒരൊറ്റ കെട്ട് എന്ന രീതിയിൽ നിൽക്കുകയാണ്. ആര് ജയിച്ചാലും ലീഫ് വില്ലേജ് എന്നാണെങ്കിൽ സൂപ്പർ പുളി മാൻ, അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മളുടെ സറാഡ മാച്ചിന് പോവാണ്. പക്ഷേ ഇതിലൊരു സംഭവമുണ്ട്. അറയനെ പറ്റിയിട്ട് വലിയ കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല, അവിടെ നിൽക്കുന്ന ആർക്കും അറിയത്തില്ല. കാരണം അവൻ ആരോടും അധികം സംസാരിക്കാറില്ല. അപ്പോൾ അവൻ്റെ ടീം മെമ്പേഴ്സിനോടോ എന്ന് ചോദിച്ചാൽ അത് നമ്മൾ കേട്ടിട്ടുമില്ല. അപ്പോഴത്തേക്കും അങ്ങനെ അവന് ഒരു പക്ഷേ സംസാരിച്ചാലല്ലേ അവൻ്റെ വീക്ക്നെസ് എന്താ സംഭവം എന്നൊക്കെ അറിയാൻ പറ്റൂ. പക്ഷേ ഇതൊന്നും അറിയാതെയാണ് സറാഡ പോകുന്നത്. എന്നാലും ക്ലോസ് റേഞ്ച് ഫൈറ്റ് പറ്റൂല എന്ന് വിചാരിച്ചാണ് സറാഡ പോകുന്നത്. എല്ലാവരും ആകാംക്ഷാഭരിതരായി നിൽക്കുകയാണ്. എല്ലാ ടീമും അവിടെ ഉണ്ട്. കാഗേമാരെല്ലാം വെയിറ്റിംഗ് ആണ് അവരുടെ മത്സരം കാണാനായിട്ട്. ഇതിൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലാക്കുന്നത്, കാഗേമാർ ഉൾപ്പെടെ എല്ലാവരും പറയുന്നത് സറാഡ ജയിക്കും എന്നാണ്. ഒന്നാമത്തെ കാര്യം സാസുക്കിയുടെ മോള്, പിന്നീട് കാര്യം നമ്മളുടെ സാക്കുറയുടെ മോള്. അവർ രണ്ടുപേരുടെ ശക്തി അറിയാലോ, 2 രീതിയിലാണ്. ഫിസിക്കലിയും അതുകൊണ്ട് കണ്ണുകൊണ്ടും അവൾക്ക് ഇതുണ്ട്. അപ്പോഴത്തേക്കും നമ്മളുടെ മാച്ച് പറയാണ് അറയ വേഴ്സസ് സറാഡ. അങ്ങനെ നമ്മളുടെ സറാഡ കുട്ടി ഷൂറിംഗൻ ജുഡ്സുവാണ് ആദ്യം ഉപയോഗിക്കുന്നത്. കാരണം ക്ലോസ് റേഞ്ച് പറ്റൂല എന്ന് വിചാരിച്ചാണേ. അപ്പോഴത്തേക്കും അവനാണെങ്കിൽ സോഡ് വെച്ച് നിസ്സാരമായിട്ട് അതൊക്കെ തട്ടിക്കളയുന്നുണ്ട്. അവനൊരു പരിക്കും പറ്റുന്നില്ല. അങ്ങനെ സറാഡയുടെ അടുത്ത് വന്നിട്ട് ക്യുനായിൽ അവൻ്റെ സോഡ് വെച്ച് പിടിക്കുകയാണ്. അപ്പോൾ സറാഡ ആണെങ്കിൽ അടുത്ത് വന്നില്ലേ ഗെഞ്ചിറ്റ്സ് കൊടുക്കാൻ നോക്കിയാണ്. അപ്പോൾ ഗെഞ്ചിറ്റ്സ് വർക്കാകുന്നില്ല. അപ്പോൾ അതെന്താണ് പ്രശ്നം? എല്ലാവരും ഞെട്ടിപ്പോവാണ്. ഗെഞ്ചിറ്റ്സ് വർക്കാവുന്നില്ലെങ്കിൽ അവൻ ഒന്നെങ്കിൽ ഗെഞ്ചിറ്റ്സ് റിലീസ് ചെയ്യുന്ന ആ ഒരു ടെക്നിക്ക് അറിയാം, അല്ലെങ്കിൽ അവൻ വേറെ എന്തോ ഒരു സംഭവം പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവന് കൃത്യമായിട്ട് എസ്കേപ്പ് ആവുകയാണ്, അല്ലെങ്കിൽ അവൻ ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. അങ്ങനെ നമ്മുടെ സറാഡ അതുകൊണ്ട് അതൊരു ഇതായിട്ട് എടുത്ത് ക്യുനായി യൂസ് ചെയ്യണം. പക്ഷെ അതിൽ നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ട്. സറാഡ പിന്നെ അറ്റാക്ക് ചെയ്യണം, അതിൽ നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ട്. സോഡ് യൂസ് ചെയ്യുന്നുണ്ട് അവൻ. അപ്പോൾ അവന് കണ്ണ് കാണാം, കണ്ണ് ഉപയോഗിക്കുന്നുണ്ട്, ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഗെഞ്ചിറ്റ്സുവിന് വീഴുന്നില്ല എന്നൊരു സംശയം അവിടെ വരികയാണ്. അവൻ അതെടുത്ത് വെച്ച് ചുഴിച്ച് അടിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇപ്പോഴാണ് നമ്മളുടെ ഗാറ പറയുന്നത് യഥാർത്ഥത്തിൽ അവൻ്റെ ഗെയിം ഇപ്പോഴാണ് തുടങ്ങിയെന്ന്. അതെ, ഭയങ്കര ഫോഴ്സാണ് സറാഡയ്ക്ക് നേരെ പോകുന്നത്. സറാഡയെ ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. പ്രൊവോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അവളെ ചോടിപ്പിക്കുന്നുണ്ട്. നീ ഇങ്ങനെ ചെയ്യും, നീ ഗെയിമിൽ തോറ്റുപോകും, മാറി പൊടിയുന്ന രീതിയിൽ. അങ്ങനെ സറാഡയാണെങ്കിൽ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്യാണ്. അവളുടെ ഗെഞ്ചിറ്റ്സു പിന്നെ ഉപയോഗിക്കുമ്പോഴാണ് സറാഡയ്ക്ക് മനസ്സിലാവുന്നത് ആ ഒരു ട്രിക്ക്. അങ്ങനെ നമ്മളുടെ സറാഡ പതുക്കെ കൊതറി മാറാണ്. അവൻ്റെ ബ്ലൈൻഡ് സ്പോട്ട്, അതായത് അവൻ്റെ ശ്രദ്ധ എത്താത്ത ഭാഗങ്ങൾ നോക്കുകയാണ് ഗെയിമിലേക്ക്. ആ ഒരു സമയത്ത് തന്നെ അവൻ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. സറാഡയുടെ ഒരു ഷോൾഡർ മുറിയുന്നുണ്ട്. എല്ലാവരും ടെൻഷൻ ആവുന്നുണ്ട്. നമ്മുടെ സാക്കുറയ്ക്ക് ഇപ്പോൾ അറ്റാക്ക് വരും, അമ്മാതിരി നല്ല രീതിയിൽ ടെൻഷൻ ആവുന്നുണ്ട്. കാരണം അമ്മയല്ലേ. അങ്ങനെ നമ്മളുടെ സറാഡയ്ക്ക് അങ്ങനെ പരിക്ക് പറ്റുന്നത് സാക്കുറയ്ക്ക് കണ്ടിട്ടിരിക്കാൻ വയ്യ. സാക്കുറ തന്നെ വിചാരിക്കുന്നുണ്ട് മതി, കൊണ്ട് പറ്റുന്നത് നീ ചെയ്തു മതിയെന്ന്. അപ്പോഴത്തേക്ക് അറിയാണ് വീക്ക്നെസ് സറാഡ കണ്ടുപിടിക്കുകയാണ്. അവൻ്റെ പുറകിൽ ഒരുപാട് ചക്രാത്രെഡ്സ്. ഇവൻ ഏത് വില്ലേജ് എന്നാ? സാൻഡ് വില്ലേജ് എന്നല്ലേ എന്ന് സറാഡ ഓർക്കാണ്. ബൊറൂട്ടോ പറയുന്നുണ്ട് സറാഡ നീ നിർത്ത്, നീ ഫിസിക്കൽ ഫൈറ്റിൽ പോകരുത്, നീ കുറച്ചുകൂടെ തിങ്ക് ചെയ്തിട്ട് ചെയ്യണമെന്ന്. പക്ഷേ അല്ലാതെ ഗെഞ്ചിറ്റ്സ് സറാഡയെ കൊണ്ട് പറ്റും. പക്ഷെ അത് ചെയ്യാനായിട്ട് ഇവനൊരു ഗ്യാപ്പും കൊടുക്കുന്നില്ല. സറാഡയുടെ കാലിൽ മുറിവേക്കുന്നുണ്ട്. പക്ഷെ ഇവന് ഒരു രീതിയിലും മുറിവേക്കുന്നില്ല. ബ്ലഡൊന്നും ഇവൻ്റെ പുറത്തൊന്നും വരുന്നുമില്ല. അങ്ങനെ സറാഡ ഒരു കാര്യം കണ്ടുപിടിക്കുകയാണ്. സറാഡ വലിയ രീതിയിൽ ഫയർ ബോൾ ജുഡ്സ് കൊടുക്കുകയാണ്. പക്ഷേ സറാഡയ്ക്ക് അത്രയ്ക്കും എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ് അത് തട്ടിത്തെറിച്ച് ദൂരെ പോയി ഇടിച്ച് നമ്മുടെ ആണ് ലാസ്റ്റ് ആൾക്കാരെ അതിൽ നിന്നും രക്ഷപ്പെടുന്നത്. വലിയൊരു സ്റ്റേഡിയത്തിൻ്റെ പീസ് തന്നെ പൊളിഞ്ഞിട്ട് ആൾക്കാരുടെ പുറത്ത് കൂടെ വീഴാൻ പോകുന്നുണ്ട്. അപ്പോൾ ആണ് അത് ഇടിച്ച് ടൈജിറ്റ്സ് യൂസ് ചെയ്ത് ഇടിച്ച് പൊട്ടിക്കുന്നത്. എന്നിട്ട് എല്ലാവരും നോക്കുമ്പോൾ സൂപ്പർ ഹീറോ. അപ്പം എല്ലാവർക്കും നല്ല ഇതാവുകയാണ്. സൂപ്പർ ചെറുക്കൻ ഇവൻ അത് തോറ്റു, എന്നാലും ഇവൻ പൊളിയാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇവന് ടെൻഷൻ ആവുകയാണ്. അപ്പോഴാണ് നമ്മളെ കാണിക്കുന്നത് യഥാർത്ഥ അരയതോ അതിൻ്റെ മണ്ടയ്ക്ക് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ നിൽക്കുന്നതാരാ, ഇവിടെ നിൽക്കുന്നതാരാ? ക്ലോൺ ആണോ? ക്ലോൺ ആണെങ്കിൽ സറാഡ അറ്റാക്ക് ചെയ്തപ്പോൾ
പൊട്ടിപ്പോളായിരുന്നല്ലോ എന്ന് വിചാരിക്കണം. അപ്പോഴാണ് സറാഡ പറയുന്നത്, ഞാൻ നിൻ്റെ പുറകിൽ ചക്ര ത്രെഡ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. നീ ഇപ്പോൾ ഇനോജിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്തപ്പോഴും നീ യൂസ് ചെയ്തത് ഇതേ ടെക്നിക്കാണ്. പക്ഷേങ്കിൽ ഇനോജിൻ എങ്ങനെ അറ്റാക്ക് ചെയ്തിട്ടും നീ അറ്റാക്ക് പെടുന്നില്ലായിരുന്നു. അത് പുറത്തുനിന്ന് സ്റ്റേഡിയത്തിൽ ഇരുന്ന് കളി കാണുന്ന ഒരാൾ എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യുന്നോ അതുപോലെ, പ്രെഡിക്റ്റ് ചെയ്യാമെന്ന് മീൻസ് അയാൾ മുൻകൂട്ടി കാണുക. അപ്പോൾ എങ്ങനെ ഗെയിമിനെ മുൻകൂട്ടി കാണുന്നോ, അതായത് നമുക്ക് ഒരാളെ നമ്മൾ ഒരു സംഭവം കണ്ടുകൊണ്ടിരിക്കുകയാണ്, അതായത് ബിഗ് ബോസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഓരോരുത്തർക്കും ഭാഗത്തും വരുന്ന മിസ്റ്റേക്കുകൾ. പക്ഷേ അത് ഗെയിമിൽ നിൽക്കുന്ന അവർക്കറിയത്തില്ല, അതായത് അവർക്ക് കാണത്തില്ല. അപ്പോൾ അതുപോലെയാണ് ഈ സംഭവം. അതായത് നമ്മൾ ചുരുക്കി പറഞ്ഞാൽ സറാഡ സ്റ്റേഡിയത്തിൽ ഇരുന്ന് ഗെയിം കണ്ടപ്പോൾ സറാഡയ്ക്ക് തോന്നിയ അതേ കാര്യങ്ങൾ ഇവൻ ചെയ്യുമായിരുന്നു. പക്ഷേ ഇനോജിനെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴേ വിചാരിച്ചു ഇവൻ ബ്രില്യൻ്റ് ആണ്. കാരണം അത്രയും ട്രെയിനിങ് ഉള്ള ഒരാൾക്ക് മാത്രമേ ജനങ്ങളുടെ മനസ്സിലാക്കി കൃത്യമായിട്ട് ഒരു അറ്റാക്ക് ചെയ്യാൻ പറ്റൂ. ഒരാൾ അറ്റാക്ക് ചെയ്യാൻ കുനായി എടുക്കുമ്പോഴേ ആദ്യം കാണുന്നത് ഓഡിയൻസ് ആയിരിക്കും, പിന്നീടായിരിക്കും ഒപ്പനൻസ് കാണുന്നത്. കാരണം അവർ അവരുടേതായ സ്ട്രാറ്റജിക്കലി മൂവ് ചെയ്യാൻ നിൽക്കുമായിരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് മാറ്റാൻ പറ്റത്തില്ല. ഓഡിയൻസ് വിചാരിച്ചാൽ, ഓഡിയൻസ് പറഞ്ഞാൽ ചിലപ്പോൾ മാറും. അതായിരുന്നു നമ്മളുടെ സറാഡയ്ക്ക് ഉണ്ടായ ഒന്നാമത്തെ കാര്യം. കാരണം അത്രയും ഫാസ്റ്റായിട്ട് എങ്ങനെ റിയാക്ഷൻ കൊടുക്കുന്നു, പിന്നീട് ആ ഒരു റിയാക്ഷനിൽ എക്സ്പ്രഷൻ വരുന്നില്ല. അതായത് നമ്മളുടെ മനുഷ്യരാകുമ്പോൾ ഇങ്ങനെ ക്യുനായി എടുക്കുമ്പോൾ ഒന്ന് മാറും, ഗെജറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ ഒന്ന് കുതിര മാറിയിട്ടാണ് അതിൽ നിന്നും എന്ത് ടെക്നിക്കായാലും യൂസ് ചെയ്ത് എസ്കേപ്പ് ആവുന്നത്. പക്ഷേ ഇതൊന്നും ഇതിനില്ലായിരുന്നു. അതോടെ മനസ്സിലായി ഇതിന് ചക്ര ത്രെഡ്സ് ഉള്ള ഒരു പപ്പറ്റാണ്. കോൺകുറോ പപ്പറ്റിൻ്റെ ഇതാണല്ലോ. അപ്പോൾ കോൺകുറോയുടെ സ്റ്റുഡൻ്റ് ആയിരിക്കണം ഇവൻ, അതും സാൻ വില്ലേജിൽ നിന്നായിരിക്കല്ലോ. ഈ നമ്മൾക്ക് എങ്ങും കൊടുത്തിട്ടില്ല കോൺകുറോയുടെ സ്റ്റുഡൻ്റ് ആണ്, ഞാൻ കുറേ നോക്കി. പക്ഷേ എങ്കിലും നല്ല രീതിയിൽ പപ്പറ്റിനെ യൂസ് ചെയ്യുന്ന കോൺകുറോ ആണ്. അപ്പോൾ അത് സാൻ വില്ലേജിൽ നിന്നാണ്. അപ്പോൾ ഇവനും സാൻ വില്ലേജിൽ നിന്നാണ്. അപ്പോൾ ഇവൻ യൂസ് ചെയ്യുന്നത് പപ്പറ്റാണ്. അതുകൊണ്ടാണ് ചക്ര ത്രെഡ്സ് പ്രസൻറ്റ്. അത് നമ്മുടെ സറാഡ ഒരുപാട് ബുക്ക് വായിക്കുന്ന ആളാണ്, ഒരു പഠിപ്പി കൊച്ചാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ സറാഡ അതൊക്കെ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് സറാഡയ്ക്ക് മനസ്സിലാക്കാൻ പറ്റി. സത്യം പറഞ്ഞാൽ ഇങ്ങനെ വായിച്ച് പുസ്തകപ്പുഴ ആവുന്നേക്കാളും സറാഡയ്ക്ക് ആപ്ലിക്കബിൾ ആണ്. അതായത് ഒരു സംഭവം അപ്ലൈ ചെയ്യാനറിയാം. ബൊറൂട്ടയ്ക്ക് അത് അപ്ലൈ ചെയ്യാൻ അറിയത്തില്ല, വായിച്ച് മനസ്സിലാക്കാൻ അറിയാം. നറൂട്ടോയ്ക്കാണെങ്കിൽ ഇത് വായിച്ചല്ല, ഇത് മനസ്സിലാക്കിയിട്ടാണ് നറൂട്ടോ വായിക്കാറ്. ഓരോരുത്തരും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ സറാഡ അവളുടെ രീതി ആലോചിച്ചു. എന്നിട്ട് സറാഡ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവളുടേതായ രീതിയിൽ ആ ഒരു അറ്റാക്ക് യൂസ് ചെയ്ത് ആ പപ്പറ്റിനെ വീഴ്ത്തുന്നുണ്ട്. കാരണം ഈ സമയത്ത് ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുകയാണ്. നമ്മൾക്ക് കുറേ ആൾക്കാർ ഇങ്ങനെ നമ്മളെ നോക്കുന്ന കാണുമ്പോൾ ഒരു വൃത്തികെട്ട ഫീലിംഗ് വരും. അത് ഞാനും ഒരു ഇൻട്രോവേർട്ടാണ്. ഞാനിപ്പോൾ പ്രത്യേക ഒരു വേർഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്, ആംബിവേർട്ട്. സോ ഞാനൊരു ആംബിവേർട്ടാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറേ ആൾക്കാർ നോക്കുമ്പോൾ ആ ഒരു പേടി അറയാക്കി ഒറിജിനൽ അറയ്ക്ക് വരുമ്പോൾ പപ്പറ്റിൻ്റെ കൺട്രോൾ പോവാണ്. അത് ആ സമയം നോക്കി നമ്മളുടെ സറാഡ അടിച്ചിടാണ്. എന്നിട്ട് കാണിക്കുന്നത് ഷിക്കമാറുടെ നറൂട്ടോനെയാണ്. നറൂട്ടോ പറയുന്നുണ്ട് അവൻ സ്റ്റേഡിയത്തിൽ തന്നെ ഇല്ലായിരുന്നു, സോ അവൻ ഡിസ്ക്വാളിഫൈഡ് ആവുകയാണ്, പ്രസൻസ് സ്റ്റേഡിയത്തിൽ വേണമെന്ന്. അപ്പോൾ നമ്മളുടെ ഷിക്കമാറ് പറയുന്നുണ്ട് അവൻ്റെ പ്രസൻസ് സ്റ്റേഡിയത്തിലുണ്ട്, അവൻ ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് അവൻ ഒരു കറക്റ്റായിട്ടുള്ള ആ ഒരു രീതിയിൽ നമ്മളൊരു നിയമം വയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ പഴുത് നോക്കി അതിൽ നിന്ന് എസ്കേപ്പ് ആയതാണ്. അപ്പോൾ ഗാറ പറയുന്നുണ്ട് എനിക്കറിയത്തില്ല, എന്തായാലും അവൻ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ട്രെയിനിങ് കിട്ടിയതിൻ്റെ ആ ഒരു ഭാഗം അവൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇനി എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്ന് പറയണം. ഷിക്കമാർ പറയുന്നുണ്ട് അത് ഇങ്ങനെ ഡിസ്ക്വാളിഫൈ ചെയ്താൽ തെറ്റായി പോകും എന്ന്. അപ്പോഴത്തേക്കും നമ്മളുടെ ഗാറയൊക്കെ പറയുന്നുണ്ട് അതെ അങ്ങനെ പ്രശ്നമാവാൻ സാധ്യത ഉണ്ടായിരിക്കും, പക്ഷെ അവൻ്റെ പപ്പറ്റിനെ അടിച്ചിട്ടു, സ്റ്റേഡിയത്തിൽ പ്രസൻ്റ് ആയിരുന്നു അവരെന്നെ അടിച്ചിട്ടു, നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അവനെ ഡിസ്ക്വാളിഫൈ ചെയ്യാം, ഇല്ലെങ്കിൽ മാച്ചിൽ സറാഡ വിൻ ചെയ്ത പോലെ ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഡിസ്ക്വാളിഫൈഡ് ആക്കുന്നേക്കാളും അതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. കാരണം സ്റ്റേഡിയത്തിലുള്ള അവന് വേണമെങ്കിൽ അതിൻ്റെ മണ്ടയിൽ നിന്ന് ഇറങ്ങി വന്നിപ്പോൾ ഫൈറ്റ് ചെയ്യാൻ പപ്പറ്റ് പോയതാണ്. അപ്പോൾ അവൻ്റെ തീരുമാനമാണ് ഇനി. അപ്പോൾ നറൂട്ടോയും ഷിക്കമാറും എല്ലാം അതിന് നിൽക്കുകയാണ്. അവൻ ഇനി ഇറങ്ങി വന്ന് ഫൈറ്റ് ചെയ്ത് ജയിച്ചാൽ ജയിച്ചു, ഇല്ലെങ്കിൽ നമുക്ക് നോക്കാവുന്ന രീതിയിൽ. പപ്പറ്റിനെ എന്തായാലും പിന്നെയും പപ്പറ്റിനെയും കൊണ്ട് വരുന്നുണ്ട്. അപ്പോഴത്തേക്കും സറാഡ ആണെങ്കിൽ പപ്പറ്റിനെയാണ് അതിന് നേരെ അറ്റാക്ക് ചെയ്യുന്നത്. കാരണം അവന് വേണമെങ്കിൽ ഇപ്പോൾ ഡയറക്റ്റ് ഫൈറ്റിൽ വരാം. അപ്പോൾ ഫയർ റിലീസാണ് സറാഡ യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്തിട്ട് തന്നെയും അവൻ്റെ പപ്പറ്റിനെ കരിച്ചു കളയാണ്. ഒറിജിനൽ അവന് സ്റ്റേഡിയത്തിൽ ഇറങ്ങാൻ തന്നെ പേടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ പപ്പറ്റ് തന്നെ പതറിയാണ് ലാസ്റ്റ് വരെ ഗെയിമിൽ നിന്നത്. അതുകൊണ്ട് തന്നെ അവൻ ക്വിറ്റ് ആയതുപോലെ ആവുകയാണ്, അവൻ ഫെയിൽ ആയതുപോലെ ആവുകയാണ്. സോ അവൻ ഇറങ്ങി വരുന്നതേ ഇല്ല, സ്റ്റേഡിയത്തിൻ്റെ തലപ്പൊക്കെ കെട്ടുന്നു. അങ്ങനെ സോ അവൻ തോക്കുകയാണ്. നമ്മളുടെ സറാഡ മാച്ചിൽ ജയിക്കുകയാണ്. ലീ അത് പറയുകയാണ്. സോ അവൾ ജയിച്ചു. അടുത്തതായിട്ട് കാത്തിരുന്ന ഫൈറ്റ് മിറ്റ്സുക്കി വേഴ്സസ് ഷിൻകി. അപ്പോൾ മിറ്റ്സുക്കി ആണെങ്കിൽ ആദ്യം തന്നെ വിൻ റിലീസാണ് യൂസ് ചെയ്യുന്നത്, അതിന് നേരെ അയൺ സാൻഡാണ് ഷിൻകി യൂസ് ചെയ്യുന്നത്. അങ്ങനെ
അങ്ങനെ നമ്മളുടെ മിറ്റ്സുഗീനെ അയൺ സാൻഡ് വെച്ച് ഞെരുക്കി പിടിക്കുകയാണ്. അങ്ങനെ അതിൽ നിന്നും നമ്മളുടെ മിറ്റ്സുഗി സ്നേക്ക് യൂസ് ചെയ്ത് രക്ഷപ്പെടാണ്. കൈ ഫുൾ സ്നേക്ക് പോലെ ആക്കിയിട്ട് രക്ഷപ്പെടാണ്. അങ്ങനെ മിറ്റ്സുഗി ആണെങ്കിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഷിങ്കി പറയുന്നുണ്ട് നീ എനിക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു ഒപ്പണൻ്റ് ആണ്. അപ്പോഴത്തേക്കും നമ്മളുടെ മിറ്റ്സുഗി പറയുന്നുണ്ട് നീ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്താണ്? ഇവരൊരു ഫ്രണ്ട്ലി മാച്ച് പോലെയാണ്, അവർ സംസാരിക്കുകയാണ്. അപ്പോൾ ഷിങ്കി പറയാണ് ഞാൻ അയൺ സാൻഡാണ് യൂസ് ചെയ്യുന്നത്, എൻ്റെ അച്ഛൻ പഠിപ്പിച്ചതെന്ന് എല്ലാ ടെക്നിക്കും ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അച്ഛൻ എന്ന് പറയുന്നത് ഗാറേനാണ്. സോ അപ്പം എല്ലാ ടെക്നിക്കും യൂസ് ചെയ്യുന്നുണ്ട്. അയൺ സാൻഡാണ് ഡെൻസിറ്റി കൂടുതലാണെന്ന രീതിയിൽ മിറ്റ്സുഗിക്ക് എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ മിറ്റ്സുഗി ആണെങ്കിൽ അടുത്ത് വിൻസ് ആദ്യം യൂസ് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ മിറ്റ്സുഗിനോട് ചോദിക്കുന്നുണ്ട് നീ നിൻ്റെ ഫുൾ സ്ട്രെങ്ത്, അതായത് അവൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ, സേജ് മോഡ് ഇവിടെ യൂസ് ചെയ്യുമെന്നാണ്. മിറ്റ്സുഗി പറയുന്നുണ്ട് ഇല്ല, എൻ്റെ ആവശ്യം വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും ഇവൻ അറ്റാക്ക് ചെയ്യാണ്, മിറ്റ്സുഗി അറ്റാക്ക് ചെയ്യാണ്. അപ്പോഴത്തേക്കും അതാണെങ്കിൽ ഷിൻകി നമ്മളുടെ അയൺ സാൻഡ് യൂസ് ചെയ്ത് തന്നെ തടുത്ത് നിർത്തുന്നുണ്ട്. അപ്പോൾ മിറ്റ്സുഗി ആണെങ്കിൽ ഭയങ്കരമായിട്ട് ബൂമറാങ് പോലെ തെറിച്ച് മുകളിലേക്ക് പോവാണ്. എന്നിട്ട് താഴേക്ക് വരുന്ന മിറ്റ്സുഗിനെ പിടിച്ച് ഞെരുക്കി അമർത്തി പൊക്കി കൊണ്ടുപോവാണ് നമ്മളുടെ ഷിങ്കി. അപ്പോൾ മിറ്റ്സുഗി തോറ്റ്, ഇനി ഇവൻ ഇതിനകത്തുനിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ വിചാരിച്ചാൽ അത് വെറും സ്നേക്ക് ക്ലോൺ ആയിരുന്നു. അതങ്ങനെ നമ്മളുടെ മിറ്റ്സുഗി അങ്ങനെ സ്നേക്സ് ആയിട്ട് താഴെ വന്ന് വീഴാണ്. അത് ക്ലോൺ ആണല്ലോ. പിന്നെ ഒറിജിനൽ മിറ്റ്സുഗി എവിടെയാണെന്ന് ചോദിച്ചാൽ അവിടെ ഒരു സ്മോക്ക് ബോംബ് ഇട്ടിട്ട് അതിൻ്റെ ഇടയിൽ നിന്ന് മിറ്റ്സുഗി വരാണ്, അതും പൊളിച്ചടുക്കിക്കൊണ്ട്. അവൻ യൂസ് ചെയ്യുന്നത് നമ്മളുടെ വൈൽഡ് സ്നേക്ക് ഹാൻഡാണ്. ആ ഹാൻഡിൽ നിന്നും എല്ലാ സ്നേക്കിനെയും റിലീസ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ മിറ്റ്സുഗി എന്ത് ചെയ്യാണ്, അതിനുള്ളിൽ കിടന്ന് അറ്റാക്ക് ചെയ്യാണ്. അപ്പോഴത്തേക്കും ഷിൻകിക്കാണെങ്കിൽ മിറ്റ്സുഗിനെ കാണാനും വയ്യ. അങ്ങനെ മിറ്റ്സുഗി അതുകൊണ്ടും നിർത്തുന്നില്ല, അത് കൊണ്ടിട്ട് പറ്റുന്നില്ല എന്ന് തോന്നുന്നതാണ്. കാരണം അയൺ സാൻഡ് ഉള്ളത് കൊണ്ട് അത് ഷിൻകിനെ ഒരു കൂടാരം പോലെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയേക്കാണ്. സോ വേറൊരു ടെക്നിക്ക് യൂസ് ചെയ്താണ്, അതാണ് ഹിഡൻ ഷാഡോ സ്നേക്ക് ബറിയൽ. അപ്പോൾ ആ ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ അടിയിൽ നിന്നും കാലിൽ പിടിച്ച് വലിച്ച് തറയിലോട്ട് കൊണ്ടുപോകാൻ നമ്മളുടെ നറൂട്ടോ ഇതുപോലൊരു സംഭവം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളുടെ മിറ്റ്സുഗി അങ്ങനെ ചെയ്യാണ്, ഷിൻകിനെ അങ്ങനെ വലിച്ചുകൊണ്ട് പോവാണ്. ഗാറ പോലും ഞെട്ടിപ്പോകുന്നുണ്ട് ഷിങ്കി എന്ത് ചെയ്യുമെന്ന്. പക്ഷേ മിറ്റ്സുഗിക്ക് എന്തോ ഒരു പിടുത്തക്കുറവ് പോലെ തോന്നുന്നുണ്ട്. അപ്പോഴാണ് മനസ്സിലാവുന്നത് അത് അയൺ സാൻഡ് ആയിരുന്നു. എന്തേ മിറ്റ്സുഗിക്ക് മാത്രമാണോ ക്ലോണിങ് ചെയ്യാൻ പറ്റുക? അങ്ങനെ നമ്മൾ ഷിൻകി അതൊരു അയൺ സാൻഡ് യൂസ് ചെയ്ത് ക്ലോൺ ചെയ്തതായിരുന്നു. അങ്ങനെ മിറ്റ്സുഗി എന്ത് ചെയ്യാണ്, അത് മനസ്സിലാക്കിയിരുന്നുണ്ടായിരുന്നു മുമ്പേ തന്നെ. അപ്പോൾ ഷിൻകി പറയുന്നുണ്ട് നല്ല അറ്റാക്ക്, നീ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ടെന്ന്. അത് നിനക്ക് ഇപ്പോഴാണോ മനസ്സിലായെന്ന് ചോദിച്ചിട്ട് ലൈറ്റ്നിങ് എടുക്കുകയാണ് നമ്മളുടെ മിറ്റ്സുഗി. അങ്ങനെ ലൈറ്റ്നിങ് യൂസ് ചെയ്ത് മിറ്റ്സുഗി എന്ത് ചെയ്യുന്നുണ്ട്, ഷിൻകിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഷിൻകി വിചാരിക്കുകയാണ് മിറ്റ്സുഗിയുടെ ഉള്ളിൽ നിന്ന് ഫുൾ സ്ട്രെങ്ത്തും പുറത്ത് കൊണ്ടുവരണം. അതിന് നമ്മളുടെ ഷിൻകി ആദ്യം എന്ത് ചെയ്യണം, ഇവൻ്റെ പുറത്തുള്ള സാൻഡ് മാറ്റണം. അതുകൊണ്ട് തന്നെ ഷിൻകി അവൻ്റെ പുറത്തുള്ള സാൻഡ് മാറ്റാണ്. എന്നിട്ട് മിറ്റ്സുഗിക്ക് നേരെ 1-on-1 ഫൈറ്റ് വരാണ്. 1-on-1 എന്ന് പറയാൻ കാരണം ഇത്ര സാൻഡ് കൊണ്ടുണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രം. അത് കാര്യമാക്കേണ്ട, അത് കൺട്രോൾ ചെയ്യുന്നത് ഷിൻകി തന്നെയാണ്, ചുമ്മാ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ മിറ്റ്സുഗി നല്ല രീതിക്ക് മിറ്റ്സുഗിക്ക് അറ്റാക്ക് കേട്ടാണ്. കാരണം മിറ്റ്സുഗി അറ്റാക്ക് ചെയ്തത് ഷിൻകിക്ക് ജസ്റ്റ് മിസ്സിന് പോവുക, മിറ്റ്സുഗിനെ നല്ല രീതിയിൽ ഷിൻകി അറ്റാക്ക് ചെയ്യുകയും ചെയ്യാണ്. എന്നിട്ട് ഷിൻകി പറയുന്നുണ്ട് നീ തോറ്റോ, നീ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ ഷിൻകി നിൽക്കുകയാണ്. പിന്നെ അയൺ സാൻഡ് എടുത്ത് മിറ്റ്സുഗിക്ക് നേരെ പോവാണ്. ഒരു കാർമികം പോലെ ഉണ്ടാക്കി, അതിനൊരു വാള് പോലെ ഉണ്ടാക്കി, അതായത് സോഡ് പോലെ ഉണ്ടാക്കി, അത് വെച്ചിട്ട് നമ്മളുടെ മിറ്റ്സുഗിനെ നേരെ അറ്റാക്ക് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. ഇത് കൊണ്ടാ മിറ്റ്സുഗി തീർന്ന് ചക്രയില്ല, മിറ്റ്സുഗി ആകെ പെട്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് മിറ്റ്സുഗി ആലോചിക്കുന്നുണ്ട് സേജിൽ പോയാലോ എന്ന്. അപ്പോഴാണ് മിറ്റ്സുഗി കാണുന്നത് ബൊറൂട്ടോ. എന്തൊക്കെയായാലും ബൊറൂട്ടോ ഫൈനൽസിൽ പോയാൽ ബൊറൂട്ടോ ജയിക്കും. പിന്നീട് ഷിൻകിയുടെ കാര്യമൊക്കെ ഓർത്തിട്ടാണോ എന്താണെന്ന് നമുക്കുള്ളവർ പറയുന്നില്ല. അതുകൊണ്ട് മിറ്റ്സുഗി എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു സോഡ് അടുത്തെത്തുമ്പോഴത്തേക്കും പറയുന്നുണ്ട് ഞാൻ ഈ മാച്ചിൽ നിന്ന് ഗിവ് അപ്പ് ചെയ്യാണ്, ഞാൻ കളിക്കുന്നില്ല, എനിക്ക് മതിയായി, ഞാൻ തോറ്റു എന്ന്. അപ്പോഴത്തേക്കും ഷിൻകി പറയണേ എന്ത് സച്ച് ആൻ ഇൻട്രസ്റ്റിംഗ് മാച്ച്. അതായത് നമ്മുടെ ആ മാച്ച് അത്രയ്ക്കും സൂപ്പറായിട്ട് പൊളിയായിട്ട് ഇങ്ങനെ ആകാംക്ഷ ഭരതരായി നമ്മൾ നിന്നപ്പോഴത്തേക്കും മിറ്റ്സുഗി പറയണേ ഞാൻ കളിക്കണില്ലെന്ന്, നീ ഒറ്റയ്ക്ക് കളിച്ചോളാം. വേണ്ട കേട്ടക്കണ. അങ്ങനെ എല്ലാവരും കൂടെ പറയണേ എടാ മിറ്റ്സുഗി നീ എന്താ ചെയ്തേന്ന്. അപ്പോഴത്തേക്ക് ലീ തന്നെ ചോദിക്കുന്നുണ്ട് റിയലി മിറ്റ്സുഗി നിനക്ക് പറ്റിയതൊന്നുമല്ലല്ലോ, നിനക്ക് അറിയാതെ പറ്റിയതാണെങ്കിൽ ഇപ്പോൾ മാറ്റാം, കുഴപ്പമൊന്നുമില്ലല്ലോ, ഷിൻകി ജയിച്ചു എന്നാണ് പോണേന്ന്. അപ്പോൾ മിറ്റ്സുഗി പറഞ്ഞ അതെ എന്ന് പറഞ്ഞ് ചിരിച്ചിട്ട് പോകണം. നേരെ നമ്മളുടെ ഷിൻകിക്കും ഇത് തന്നൊന്നും അല്ലായിരുന്നു വേണ്ടുന്നത്, പരമാവധി മിറ്റ്സുഗിനെ പ്രൊവോക്ക് ചെയ്ത് സേജ് മോഡ് കൊണ്ടുവരിക്കണം. എന്നിട്ട് അതിൽ ഷിൻകിക്ക് മിറ്റ്സുഗിനെ ജയിക്കണം. അങ്ങനെ പോയാൽ ഗാറയുടെ മുമ്പിൽ നല്ല വില ഉണ്ടായിരിക്കും. അങ്ങനെ നല്ല ലീഫ് വില്ലേജ് ചെറുതും സാൻഡ് വില്ലേജ് വലുതും ആ ഒരു രീതിയിൽ കൊണ്ടുവരാമെന്നൊക്കെയായിരുന്നു ഷിൻകിയുടെ പ്ലാൻ. അതും നല്ലൊരു ഒപ്പോണൻറ്റിനെ കിട്ടുമല്ലോ എന്നായിരുന്നു ഷിൻകിയുടെ പ്ലാൻ. അപ്പോഴത്തേക്ക് അതൊന്നും നടന്നില്ല, മിറ്റ്സുഗി തോറ്റു കൊടുക്കണം. ഒന്നാമത്തെ കാര്യം മിറ്റ്സുഗിക്ക് പേടിയാണ്, ഈ സംഭവം പുറത്ത് പോയാൽ എന്ത് ചെയ്യും, അവൻ്റെ പാരൻസിനെ ബാധിക്കുന്ന കാര്യമാണ്, ഒറോച്ചിനെ ബാധിക്കുന്ന കാര്യമാണ്. സോ അത് വേണ്ട. അതുമാത്രമല്ല അത് അറിഞ്ഞാൽ ഇവരെ ഇനി ലീഫ് വില്ലേജിൽ ഒരു ഗെനിനായിട്ട് നിർത്തത്തുമില്ല.
ഭയങ്കര ഇത് നറൂട്ടോട് ഇതിലാണ് നിൽക്കുന്നത്. അതുമാത്രമല്ല ഇതൊക്കെ പുറത്ത് പോയാൽ എല്ലാവരും ശ്രദ്ധിക്കും, ആരാണ് ഇവൻ്റെ പാരൻറ്റ്, ആരാണിത് പഠിപ്പിച്ച് കൊടുത്തതെന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേരും അപ്പോഴത്തേക്കും ഐഡൻറ്റിറ്റി പുറത്ത് പോകും. ബൊറൂട്ടോയും സറാടയും ചോദിക്കുമ്പോൾ ബൊറൂട്ടോനെ നോക്കി ചിരിച്ചുകൊണ്ട് വന്നിട്ട് ഒന്നുമില്ല സോറി എന്ന് പറഞ്ഞിട്ട് പോവാണ്. ബൊറൂട്ടോ ചോദിക്കുന്നുണ്ട് എന്ത് ഇവ എന്തിനാ അങ്ങനെ നോക്കിയാൽ. അപ്പോൾ സറാട പറയുന്നുണ്ട് എന്തുവാടാ എന്തോ നോക്കുമ്പോൾ ബൊറൂട്ടോ പറയുന്നുണ്ട് എനിക്കറിയത്തില്ല എന്ന്. അപ്പോഴത്തേക്കും ഇവർ അടുത്തതായിട്ട് ഫൈനൽസിലേക്ക് വന്നിരിക്കുന്നത് സറാട, ബൊറൂട്ടോ, ഷിങ്കിയാണ്. അപ്പോഴത്തേക്കും നമ്മളെ റെസ്റ്റോറൻറ്റിൽ കാണിക്കുകയാണ്. അവിടെ ആകെ നമ്മളുടെ ഷിക്കടായി ഭയങ്കര ഇതായിട്ടിരിക്കുകയാണ്, കാരണം കിട്ടിയ അവസരം കയ്യിൽ നിന്ന് പോയി. അങ്ങനെ നമ്മളുടെ ചോജോ ഒക്കെ ഫുഡ് ഒരുപാട് വാങ്ങിച്ച് കഴിക്കുകയാണ്. ഇനോജിനാണ് വാങ്ങിച്ചോണ്ട് കൊടുക്കുന്നത്. നമ്മുടെ മോഗിയുടെ ട്രീറ്റുമാണ് പൊളി. ആ ഹോട്ടലിൽ തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. അവർക്കിനി വേറെ ആർക്കും കഴിക്കാൻ ഫുഡില്ല എന്നാണ് കേട്ടെ. അങ്ങനെ ചോജോ കിട്ടിയതെല്ലാം കഴിക്കുന്നുണ്ട്. നമ്മുടെ മോഗി ആണെങ്കിൽ ബില്ല് കണ്ട് കൊതറി നിൽക്കുകയാണ്. മോഗി പറയുന്നുണ്ട് അടുത്ത ദിവസം തൊട്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രെയിനിങ് ഉണ്ട്, നമ്മളുടെ ഷിക്കഡായിക്ക് സ്പെഷ്യൽ ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. അതിന് കാരണം ഇനോജിന് ഈ മാച്ച് കഴിഞ്ഞിട്ട് അടുത്ത വർഷം ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ ജയിക്കും എന്ന രീതിയിലും. അതുപോലെ തന്നെ ചോജോ ആണെങ്കിൽ ഇപ്പോഴും പറയുന്നത് ഈ മീറ്റ് സ്വീറ്റ് ആണ്, അതുപോലെ തന്നെ സോഫ്റ്റ് ആണ് എന്ന്. അതായത് അവൾ അതിനെപ്പറ്റി ഓർക്കുന്നില്ല. പക്ഷേ ഷിക്കഡായിക്ക് ഒരു ട്രോമ, അതായത് അവൻ അത് ഓർക്കുമ്പോൾ അവനത് ഇനി അടുത്ത പ്രാവശ്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ, അങ്ങനെ അത് കാണുമ്പോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ ഒരു സ്റ്റേജ് ഫിയർ പോലെ, അതായത് കാണുമ്പോൾ പേടി വരാമെന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു സ്പെഷ്യൽ ട്രെയിനിങ് പോകുന്നത്. പറഞ്ഞു ബില്ല് വൈകും തോറും മോഗിക്ക് ബോധം പോക്കാണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ബോധം പോയി വീഴാണ്. കാരണം നല്ല രീതിയിൽ ഒരു എമൗണ്ട് ആയിട്ടുണ്ട്, ജീവിതകാലം മൊത്തം സമ്പാദിച്ചത് ഇവിടെ കൊടുക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ നമ്മളുടെ സാക്കുറനെ കാണിക്കുകയാണ്. സറാടയ്ക്ക് ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ വരത്തില്ലേന്ന് നമ്മളുടെ സറാട ചോദിക്കുമ്പോൾ സാക്കുറ പറയുകയാണ് വരും, രാത്രിയാണ് വരാൻ പോകുന്നതെന്ന്. അതായത് സറാടയൊക്കെ ഉറങ്ങി കഴിഞ്ഞിട്ടാണ് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നറൂട്ടോയുടെ കൂടെ ഒരുപാട് സംഭവങ്ങളുണ്ട്, അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടേ വരുവുള്ളൂ. സാസ്കിനെ കാണിക്കുകയാണ് ഡിക്കോഡ് ചെയ്യുന്ന സ്ഥലത്ത് നിൽക്കുകയാണ്. അങ്ങനെ നമ്മളുടെ സറാട ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, എപ്പോഴാണോ ആവുമോ എന്ന് പറയാണ്. അതിൻ്റെ കൂടെ സാക്കുറ പറയുന്നുണ്ട് നീ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തു, നീ മാത്രമല്ല ബൊറൂട്ടോ ആയിക്കോട്ടെ, ഷിങ്കി ആയിക്കോട്ടെ, നിങ്ങളുടെ ടീം എല്ലാവരും ആയിക്കോട്ടെ, ലിഫിലേഴ്സ് എല്ലാ പിള്ളേരും പൊള്ളിയായിട്ട് തന്നെ ഫൈറ്റ് ചെയ്തു എന്ന് പറയാണ്. അതിൽ ഏറ്റവും കൂടുതൽ മെയിനായിട്ട് പറയുന്നത് സറാടയുടെ കാര്യമാണ്. കാരണം സ്വന്തം മോളാണല്ലോ, നീ നന്നായിട്ട് ചെയ്തു, ഇനിയും നന്നായിട്ട് ചെയ്യാൻ പറ്റട്ടെ. പക്ഷേ നിൻ്റെ ഈ ഒരു ഇതൊക്കെ നോക്കണം, മുറിവൊന്നും അധികം പറ്റിക്കരുത്, വലിയ അപകടത്തിലേക്കൊന്നും പോകരുത് എന്നൊക്കെ നമ്മളുടെ സാക്കുറ എല്ലാ അമ്മമാരും പറയുന്ന പോലെ പറയുന്നുണ്ട്. നമ്മളുടെ സാക്കുറ പറയുന്നത് കേൾക്കാൻ തന്നെ നല്ല രസമുണ്ട്. അപ്പോഴത്തേക്കും അത് സറാട പറയുന്നുണ്ട് എല്ലാ പ്രാവശ്യം പറയുന്നത് കണക്കല്ലേ, പക്ഷെ ഞാൻ അടുത്ത മാച്ചിൽ ജയിക്കും, ഫൈനൽസിൽ പോകും, ജൂനിയനാകും എന്ന രീതിയിലൊക്കെയാണ് പറയുന്നത്. എന്തായാലും നമ്മളുടെ ബൊറൂട്ടോയും സറാട ഒന്നിച്ച് നിൽക്കും. അപ്പോഴത്തേക്കും നമ്മളുടെ സാസുകെനെ കാണിക്കുകയാണ്. സാസുകെ ലൈറ്റ്നിങ് യൂസ് ചെയ്യാണ്. അങ്ങനെ ഷിഡോറി യൂസ് ചെയ്ത് അതൊക്കെ ചെയ്ത് കാണിക്കുമ്പോൾ നമ്മളുടെ ബൊറൂട്ടോ പറയണത് എനിക്കിപ്പോൾ ചെയ്യണമെന്ന്. എപ്പോഴൊന്നും ചെയ്യാൻ പറ്റില്ല, ഫസ്റ്റ് നിൻ്റെ നേച്ചർ മനസ്സിലാക്കണം. നേച്ചർ നമുക്കറിയാം ലൈറ്റ്നിങ് ആണ്, ഓക്കെ. അപ്പോഴത്തേക്കും നീ അതിൻ്റെ ബേസിക്സ് മനസ്സിലാക്കണം. അതിന് ഒരു ഷേപ്പ്, നമ്മൾ സാസുകെ എങ്ങനെയാണ് ഷേപ്പ് ഫോം ചെയ്യാൻ എത്ര കഷ്ടപ്പെട്ടെന്നും നമുക്കറിയാം. അപ്പോഴത്തേക്കും അതുപോലെ ഷേപ്പ് ഫോം ചെയ്യണം, കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. അതിൻ്റെ ഫ്രീക്വൻസി, വേവ് ലെങ്ത്, ആംപ്ലിറ്റ്യൂഡ്, അങ്ങനെ സാധനങ്ങളെല്ലാം മനസ്സിലാക്കണം. കാരണം എത്ര ദൂരം പോകണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത്. സോ അതൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രമാണ് നിൽക്കേണ്ടത്. എത്ര ആഘാതം അതിനേക്കണം എന്നുള്ളത്, അത് ഒരാളെ കൊല്ലാൻ അറ്റാക്ക് ചെയ്യണോ, ഉപദ്രവിക്കാൻ അറ്റാക്ക് ചെയ്യണോ, തടഞ്ഞു നിർത്താൻ അറ്റാക്ക് ചെയ്യണോ, അതേ കൊള്ളാത്ത നമുക്ക് പേടിപ്പിക്കാൻ അറ്റാക്ക് ചെയ്യണോ, അങ്ങനെയൊക്കെ പല രീതിയിൽ ചെയ്യാം, കൺട്രോൾ ചെയ്ത് ചെയ്യണം. അതൊക്കെ പഠിച്ചിട്ടേ ഇതൊക്കെ പഠിക്കാൻ പറ്റൂ. വലിയ രീതിയിലൊന്നും ആദ്യം തന്നെ പോകാൻ പറ്റത്തില്ല, നീ ആദ്യം അത് പഠിയെന്ന് പറയണം. അപ്പോൾ ബൊറൂട്ടോ പറയണം എനിക്കിതൊക്കെ പഠിക്കണം, എങ്ങനെയെങ്കിലും പഠിക്കണം, എന്നിട്ട് എനിക്ക് വലിയ പവർഫുൾ ആവണം, അങ്ങനെ ആവണം, ഇങ്ങനെ ആവണം എന്നൊക്കെ പറയാണ്. അപ്പോഴത്തേക്കും സാസുകെ പറയണം നീ പഠിച്ചോ, എങ്ങനെ വേണോ പഠിച്ചോ. അതായത് എളുപ്പ വഴിയുണ്ട്, കുറുക്ക് വഴിയുണ്ട്, നേരെ പോകുന്ന വഴിയുണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ എങ്ങനെ പോയാലും നീ എത്തിച്ചേരാൻ പോകുന്നത് ഒരു സ്ഥലത്താണ്. കുറുക്ക് വഴി പോയാലും നീ പെട്ടെന്ന് എത്തിച്ചേരും ഒരു സ്ഥലത്ത്. അപ്പം നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് ചെയ്യാം. അപ്പോഴത്തേക്കും പക്ഷേ ഇതിൽ പ്രശ്നമെന്ന് പറഞ്ഞാൽ നീ പോകുമ്പോൾ നീ വന്ന വഴി ഒരിക്കലും നീ മറക്കരുത്. അതായത് ഇപ്പോൾ കുറുക്ക് വഴിയാണ് നീ വന്നതെങ്കിൽ കുറുക്ക് വഴി നീ മറക്കരുത്. അതുമാത്രമല്ല വന്ന വഴി പരിചയപ്പെട്ട ആരെയും മറക്കരുത്. അതായത് ഒരുപാട് ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പോകെ ഇങ്ങനെ ഇതാവുന്നുണ്ട്. അങ്ങനെ എല്ലാം മറന്ന് എല്ലാം കളഞ്ഞ് എൻ്റെ വഴിയോ ഇതല്ല, ഞാൻ മറന്നേ പോയി, എനിക്ക് അധികാരമാണ്, പവറാണ് വലുത് എന്ന് പറഞ്ഞ് പോയ പല ആൾക്കാരും തിരിച്ച് സീറോയിലേക്ക് വന്ന ചരിത്രമുണ്ട്. അയാളെയൊക്കെ രക്ഷിക്കാൻ ഏറ്റവും കൂടുതൽ എന്തായിരിക്കും, ആ കുറുക്ക് വഴിയായിരിക്കും മറ്റേ ആളും പോയത്. പക്ഷേ ആ വഴിയൊക്കെ ഓർമ്മയുള്ള, തന്നെയും ഓർമ്മയുള്ള ഒരാൾ ഓടി വന്ന് രക്ഷിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരാൾക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് പറയാം. ആർക്കാന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ പറയത്തില്ല. അപ്പോഴത്തേക്കും ബൊറൂട്ടോ പറയുന്നത് ഫ്രണ്ട്സ് ഭയങ്കര മുഖ്യമാണല്ലേ എന്ന്. അതെ, ഫ്രണ്ട്സ് മുഖ്യം മികിലേന്ന് നമ്മളുടെ ആര് പറയുന്നുണ്ട്, നമ്മളുടെ സാസുകി പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഫ്രണ്ട് സാസുകിക്ക് ഉണ്ടെന്നും അവരാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാസുകിക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഈ കഥയൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി സാസുകിയാണ് ആ കുറുക്ക് വഴി പോയിട്ട് എല്ലാവരും മറന്നെന്നും, നറൂട്ടോയാണ് കുറുക്ക് വഴി പോയാലും നേർവഴി പോയാലും എങ്ങനെ പോയാലും ആ ലക്ഷ്യത്തിലേക്ക് എത്തിയെന്നും. എങ്ങനെയായാലും എന്ത് സംഭവമായാലും നമ്മളുടെ നറൂട്ടോ എന്ത് ചെയ്തിട്ടുണ്ട്, കുറുക്ക് വഴിയൊക്കെ എടുത്ത്
കൊടുത്തിട്ടുണ്ട്. പക്ഷേ നറൂട്ടോ എന്താണ്, ഫ്രണ്ട്സിനെ മറന്നിട്ടില്ല, അവൻ വന്ന വഴി മറന്നിട്ടില്ല, പഠിപ്പിച്ച ആരെയും മറന്നിട്ടില്ല, അങ്ങനെയൊക്കെയാണ്. പറഞ്ഞു വന്നാൽ ഇത്രയേ ഉള്ളൂ. രണ്ടുപേരും കുറുക്ക് വഴി പോയി ഒരേപോലെ ഹാർഡ് വർക്ക് ചെയ്തു. പക്ഷേ അവരുടെ ഉദ്ദേശമായിരുന്നു ഡിഫറെൻറ്റ്. ഉദ്ദേശിക്കുന്ന നല്ല കാര്യമാണെങ്കിൽ നല്ലതേ നടക്കൂ, മോശം കാര്യമാണെങ്കിൽ നടക്കത്തേ ഇല്ല എന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അടുത്ത ദിവസം കാണിക്കുകയാണ് ബൊറൂട്ടോയ്ക്കും ഷിൻകിക്കും സറാഡയ്ക്കുമാണ് മാച്ച്. അത് 1-on-1 മാച്ചാണ്. 1-on-1 മീൻസ് 3 പേരും ഒറ്റയ്ക്കാണ്, ആരും ടീമൊന്നും അല്ല കേട്ടോ. അങ്ങനെയാണ് മാച്ച് തുടങ്ങുന്നത്. ബൊറൂട്ടോ സറാഡയൊക്കെ ചെല്ലുന്നുണ്ട്. ബൊറൂട്ടോയ്ക്ക് ഭയങ്കര മോട്ടിവേഷൻ, നീ സറാഡേനെ ഷിൻകിനെ തോപ്പിക്കണമെന്നൊക്കെ. അപ്പോഴത്തേക്കും ഇങ്ങനെ മാച്ച് കാണിക്കുകയാണ്. ഓരോരുത്തർ വേഴ്സസ് ഓരോരുത്തർ, അതായത് ഒറ്റയ്ക്കാണ് എല്ലാവരും. ഓക്കെ, 2 ലീഫ് വില്ലേജും 1 സാൻഡും ആണ്. അപ്പോൾ അങ്ങനെയാണ് പോകുന്നത്. അപ്പോഴും ലീഫ് വില്ലേജിൻ്റെ സ്ട്രെങ്ത് ആണ് കിട്ടത്തില്ല. അങ്ങനെ നമ്മുടെ ലീ എന്ത് ചെയ്യുന്നുണ്ട്, മാച്ച് അനൗൺസ് ചെയ്യുന്നുണ്ട്. ബൊറൂട്ടോ വേഴ്സസ് ഷിൻകി വേഴ്സസ് സറാഡ. അങ്ങനെ ആ മാച്ച് തുടങ്ങുകയാണ്. അങ്ങനെ ആദ്യം തന്നെ തുടങ്ങുന്നത് നമ്മുടെ ഷിൻകിയാണ്. സക്സസീവ് ഷോട്ട്സ് അയൺസ് ആൻഡ് ഡ്രിസലാണ് യൂസ് ചെയ്യുന്നത്. 2 പേരെ അറ്റാക്ക് ചെയ്യാണ്. അത് കാണുമ്പോൾ ഓഡിയൻസിന് തന്നെ സംശയം തോന്നുകയാണ്, ഇവന് ഭ്രാന്താണോ, ഇവൻ അവരെ കൊണ്ട് ടീമപ്പ് ആക്കിക്കും. കാരണം ഒന്നാമത് അവരൊരു ടീമാണ്, അവർ ടീം അല്ലാതാണ് കളിക്കുന്നത്, ഇവൻ അറ്റാക്ക് ചെയ്ത് ടീം ആക്കിക്കുമെന്ന് പറയണം. അപ്പോഴത്തേക്കും പറയുന്നുണ്ട് അവൻ്റെ ടെക്നിക്ക് തന്നെ അതാണ്. കാരണം അവൻ ഒറ്റയ്ക്ക് നിന്ന് 2 പേരെ ഇതാക്കാനുള്ള ഇതുണ്ട്, അതാണ് അവൻ അവിടെ യൂസ് ചെയ്തത്. പെട്ടെന്ന് ഗെയിം തീർക്കാൻ നോക്കുകയാണ്. അവൻ്റെ സ്ട്രെങ്ത് കൂടുതലാണെന്ന് കാണിച്ച് അവൻ ഡോമിനൻ്റ് ആവാനത് എടുത്ത് നിൽക്കാൻ കാണിക്കുവാണ്. അങ്ങനെ ഗതികേട് എന്ന് പറഞ്ഞിട്ട് സറാഡയും ബൊറൂട്ടോയും ഒന്നിച്ചു വരുന്നുണ്ട്. അപ്പോൾ തന്നെ അവർ 2 പേരും ഒരേ സമയം പറയുന്നുണ്ട് ടീമപ്പ് ആവാന്ന്. കാരണം ഒറ്റയ്ക്ക് നിന്നാൽ ഇവനെ തോപ്പിക്കാൻ പറ്റത്തില്ല. പിന്നെ അവൻ 2 പേരെയാണ് അറ്റാക്ക് ചെയ്യുന്നത് ഒരേ സമയം. അങ്ങനെ ടീമപ്പ് ആവുന്നുണ്ട്. സറാഡയെങ്കിൽ ഭയങ്കര രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഡ്രിസിലിനാണ് പിന്നെയും നമ്മളെ ഷിൻകി യൂസ് ചെയ്യുന്നത്. ഇവർ 2 പേര് നിൽക്കുന്നുണ്ട്. ബൊറൂട്ടോ നീ റെഡി ആണോ എന്ന് സറാഡ ചോദിക്കുന്നുണ്ട്. ബൊറൂട്ടോ ക്ലോണിനെ ഫോം ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് 4 ക്ലോൺ, ബൊറൂട്ടോ +1 5 ആവുന്നുണ്ട്. അങ്ങനെ 4 ക്ലോൺസ് മുമ്പിലേക്ക് ഇറങ്ങിയിട്ട് ക്യുന യൂസ് ചെയ്യണം. അതിൽ പേപ്പർ ബോം ടൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണെങ്കിൽ നമ്മളുടെ സറാഡയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ സറാഡ ഫയർ ബോൾ യൂസ് ചെയ്യാൻ മുകളിൽ നിന്ന്. അങ്ങനെ നമ്മളുടെ ക്യുനായി നമ്മളുടെ ഷിൻകിക്ക് നേരെ പോവാണ്. അവിടെ വെച്ച് ഫയർ ബോൾ അറ്റാക്ക് കൂടെ നടക്കുകയാണ്. ഷിൻകിക്ക് മുകളിൽ നിന്നും ഈ സൈഡിൽ നിന്ന് വന്ന ഇതും കൂടെ ഭയങ്കര ഒരു ബ്ലാസ്റ്റ്. അപ്പം നമ്മളുടെ ബൊറൂട്ടോ സറാഡ യൂസ് ചെയ്തത് അവരുടെ തന്നെ ഒരു ടെക്നിക്കാണ്, ഒരു ഇംപ്രൊവൈസ്ഡ് ടെക്നിക്കാണ്. അതായത് ലൈക്ക് അവരുടെ ഭാഗമാണ്, അവർ ചെയ്തതാണ്. ഇനി ഇത് ചെയ്യണമെങ്കിൽ ഫയർ ലീസ് യൂസ് ചെയ്യുന്ന ഒരു യൂസറും നല്ല രീതിയിൽ ക്യുനായി യൂസ് ചെയ്യുന്ന ഒരു യൂസറും വേണം. അത് മാത്രമല്ല കറക്റ്റ് സമയത്ത് യൂസ് ചെയ്യാനും അറിയുന്ന ഒരാളായിരിക്കണം അവർ 2 പേരും. അങ്ങനെ ആ ഒരു ടെക്നിക്കിന് പേര് വരെയാണ് ലൈറ്റ്നിങ് ബോൾ ഷുറിങ്കൻ ടെക്നിക്ക് എന്ന്. അതിനകത്ത് ഷിൻകിക്ക് എന്തോ പറ്റിയെന്ന് വിചാരിച്ച ഒന്നും പറ്റിയിട്ടില്ല, അവൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. കൂപ്പ് കൈ ഫോം ചെയ്ത് നറൂട്ടോ പറയുന്നുണ്ട് ഇത് ഞാൻ വേറെ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് ഗാറിനോടാണ് പറയുന്നത്. അപ്പോൾ ഗാറ പറയുന്നുണ്ട് നീ നോക്ക്, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് അവൻ ചെയ്യുന്നതെന്ന്. അതെ, കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഞാനത് കറക്റ്റ് പറഞ്ഞു തരണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. അപ്പോൾ അത് മനസ്സിലാക്കിപ്പിക്കാനായിട്ട് ഞാനൊരു കോൺസെപ്റ്റ് എടുക്കുന്നുണ്ട്. ഇത് പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങളിത് 10 പേർക്ക് ഷെയർ ചെയ്യും. നീ കണ്ട ഈ ചാനൽ ഇതേ നമ്മൾ പഠിച്ച സാധനം പറയുന്നു എന്ന് പറഞ്ഞിട്ട് 10 പേർക്ക് ഷെയർ ചെയ്യും. അങ്ങനെ ഷെയർ ചെയ്തിട്ട് 10 എന്ന് കമൻറ്റ് ഇടുക. ഇനി പഠിക്കാത്തവരാണെങ്കിൽ നിങ്ങളിത് ഓർത്ത് വെച്ചേക്കാം. എന്നിട്ട് ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ഓർത്തിട്ട് ഇതെന്നോട് ഓഫീസിൽ ചേച്ചി പറഞ്ഞു. അങ്ങനെ സാറിനും വേറെ 10 പിള്ളേർക്കും അടുത്തിരിക്കുന്ന പിള്ളേർക്കും ഇത് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിൽ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഷിൻകിയുടെ കയ്യിരിക്കുന്നത് അയണാണ്. അതിന് നമ്മൾ ഫെറം എന്ന് പറയും. അതൊരു ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലാണ്. അപ്പോഴത്തേക്കും അതിൻ്റെ പ്രത്യേകത അതിൻ്റെ 2 ഇതിലോട്ടും അട്രാക്റ്റ് ആവണം, 2 പോൾസിലോട്ടും. മാഗ്നറ്റ് ആവുന്ന മെറ്റീരിയൽ 3 ടൈപ്പ് ഉണ്ട്: ഫെറോ മാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക്. ഇതിൽ ഏറ്റവും യുണീക്ക് ഡയാമാഗ്നറ്റിക് ആണ്. കാരണം അത് റിപ്പൽ ചെയ്ത് കളയും. ഈ പാരാമാഗ്നറ്റിക് ഒരു സൈഡിലേക്ക് മാത്രം അട്രാക്റ്റ് ആയി പോകും. മറ്റേ ഈ ഫെറോ മാഗ്നറ്റിക് 2 സൈഡിലാവും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് എന്തരായാലും മാഗ്നറ്റാണ്. മാഗ്നറ്റിക്കിന് ആണെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോഴത്തേക്കും അത് കാരണം കറണ്ട് പ്രൊഡ്യൂസ് ആവണം. അതാണ് ലൈറ്റ്നിങ് ആയിട്ട് നമ്മളുടെ ഷിൻകി യൂസ് ചെയ്യുന്നത്. അയ്യോ, ഞാൻ ആ റിസ്ക് എടുത്തു. എനിവേ എനിക്ക് തോന്നുന്നു ഒരു ചാപ്റ്റർ അങ്ങണ്ട ഞാൻ പറഞ്ഞു തീർത്തൊന്ന്. ഓക്കെ, അങ്ങനെ നമ്മളെ നറൂട്ടോയും എല്ലാവരും ഇത് കേട്ട് വാട്ട് എ കോൺസെപ്റ്റ് എന്ന് ഞെട്ടിയിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മളെ ഷിൻകിനെ കാണിക്കുകയാണ്. ഷിൻകി പിന്നെയും ഇവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇതിൽ ബൊറൂട്ടോ ഒരുപാട് ഷാഡോ ക്ലോൺസിനെ യൂസ് ചെയ്യുന്നുണ്ട്. 4 എണ്ണമാണ്, പക്ഷെ ഒരുപാട് വട്ടം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ബൊറൂട്ടോയുടെ ചക്ര ഡ്രെയിൻ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. സറാഡ കുറേ നേരം കൊണ്ട് ഷെറിങ്കൻ യൂസ് ചെയ്യാണ്. അതുപോലെ തന്നെ ഷുറിങ്കൻ യൂസ് ചെയ്യാണ്, ക്യുനായി യൂസ് ചെയ്യാണ്, ഡയറക്റ്റ് ഫൈറ്റിൽ പോകണം. അതുകൊണ്ട് അവളുടെയും ചക്ര ഡ്രെയിൻ ആയിക്കൊണ്ടേ
ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ബുദ്ധിപൂർവ്വം മൂവ് ചെയ്തില്ലെങ്കിൽ ഷിൻകിനെ തോൽപ്പിക്കാൻ പറ്റൂല എന്ന് ഇവർക്ക് മനസ്സിലാവുകയാണ്. ബൊറൂട്ടോയും വീഴാണ്, സറാഡയും വീഴാണ്. അങ്ങനെ സറാഡയ്ക്ക് നേരെ ആണ് ആദ്യം അറ്റാക്ക് പോകുന്നത് ഷിൻകി. ബൊറൂട്ടോനെ സൈഡിൽ ബൊറൂട്ടോ തട്ടാൻ വരുമ്പോൾ ബൊറൂട്ടോനെ തട്ടി മാറ്റിയിട്ട് സറാഡേനെ തീർത്തിട്ട് ബൊറൂട്ടോനെ തീർക്കാം എന്നൊരു പ്ലാനിലാണ് നിൽക്കുന്നത്. അങ്ങനെ സറാഡേനെ അടിച്ചിടാണ്. അങ്ങനെ എല്ലാവരും ഞെട്ടാണ്. ബൊറൂട്ടോനെ അടിച്ചിടുന്നു, സറാഡേനെ അടിച്ചിടുന്നു, ടാർഗറ്റ് ചെയ്യുന്ന സറാഡേനെ, എന്നിട്ട് ബൊറൂട്ടോനെ എന്ന രീതിയിലൊക്കെ പോകുന്നത് ജനങ്ങൾക്ക് മനസ്സിലാവുകയാണ്, ഇവർക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പൈൻ ചെയ്തൊരു ഫോം ചെയ്യുന്നുണ്ട്. ഷുറിങ്കനും ഫയർ ബോളും കൂടെ ഒന്നിച്ച് ചേർത്ത് ഒരു അവരുടെ തന്നെ ജുട്സ് ചെയ്യാണ്. അതും ബുദ്ധിപൂർവ്വം മൂവ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഫയർ ബോളിൽ പോയി തട്ടി ഷുറിങ്കൻ, അതൊരു ഫയർ ബോളും ഷുറിങ്കനും കൂടി ചേർന്നൊരു സാധനമുണ്ട്, 5 എണ്ണമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അതാണെങ്കിൽ ഷിൻകി പിടിച്ച് നിർത്തി ഇങ്ങനെ കൈ കൊണ്ട് പിടിച്ചമർത്തി നിർത്തുന്നുണ്ട്. എനിക്ക് അങ്ങനെ ആ ഒരു ഫിസ്റ്റ് കൊണ്ട് അതെല്ലാം പിടിച്ചു നിർത്തി, അതുകൊണ്ട് അവനെ കൊണ്ട് ഇനി ഒന്നും പറ്റത്തില്ല എന്ന് വിചാരിച്ചാൽ ഷിൻകി ഒരു കൈയാണ് ഇത്രയും നേരം ഉപയോഗിച്ചുകൊണ്ട് നിന്നത്. അതായത് ആ സാൻഡ് കൊണ്ട് ഒരു കൈ, പിന്നെയും കൈകൾ ഷിൻകി ഉണ്ടാക്കുകയാണ്. അത് ബൊറൂട്ടോ ശ്രദ്ധിച്ചിട്ട് പറയാണ്, ഇങ്ങനെ വരാൻ ഒരു വഴിയില്ല. ഒന്നാമത്തെ കാര്യം അവൻ അത് പിടിച്ചു നിർത്തിയേക്കാണ്. അതിൻ്റെ കൂടെ അവൻ ഇനിയും ചക്രം എടുത്ത് അത് അവൻ പിടിക്കുന്നു. അത് മണ്ടത്തരമല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം നമുക്ക് നോക്കാം എന്താണ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഷിൻകി ആണെങ്കിൽ നേരെ വന്ന് ബൊറൂട്ടോയുടെ ക്ലോൺസിനെല്ലാം കൂടെ ചേർത്ത് അങ്ങ് പിടിക്കുകയാണ്. ഈ ഒരു ലൈറ്റ്നിങ്ങിൻ്റെ ഇതുള്ളതുകൊണ്ട് ക്ലോൺസ് എല്ലാം ഡിസപ്പിയർ ആവുകയാണ്. ഒറിജിനൽ ബൊറൂട്ടോ മാത്രം കൈ കിട്ടുകയാണ്. അതേപോലെ തന്നെ സറാഡയുടെ അടുത്തേയും ചെല്ലാണ്. അതേപോലെ സറാഡേനെ എന്ത് ചെയ്യുന്നുണ്ട്, ആ കൈ കൊണ്ട് പിടിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരെയും പിടിച്ച് നിർത്തിയിട്ട് ഒന്നിച്ച് അറ്റാക്ക് ചെയ്യണം എന്നൊരു ഇതിലേക്ക് ഷിൻകി എത്തിയേക്കാണ്. കാരണം ഒരാളെ അറ്റാക്ക് ചെയ്യാൻ നിന്നാൽ മറ്റേ ആൾ പ്രൊട്ടക്ട് ചെയ്യും, മറ്റേ ആളെ അറ്റാക്ക് ചെയ്യാൻ നിന്നാൽ ഒരാൾ പ്രൊട്ടക്ട് ചെയ്യും. അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുകൊണ്ടേ ഇരിക്കും. അതിലും ഏറ്റവും വലിയ കാര്യം ഇവർ ലാസ്റ്റ് ഒന്ന് ചേർന്നിട്ട് നമ്മുടെ ഷിൻകിക്ക് പണി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതാണ് എളുപ്പമെന്ന് മനസ്സിലാവണം. ഭയങ്കര പൊടിയാണ്, പക്ഷേ മാർക്കിങ് യൂസ് ചെയ്യാണ് ഷിൻകി അവിടെ. അതായത് ഈ സാൻഡ് ചെന്ന് പറ്റിയ ഭാഗത്ത് മാർക്കിങ് ഉണ്ടാവണം. കുറച്ച് മുമ്പ് ഡ്രസ്സിൽ യൂസ് ചെയ്തപ്പോൾ ഇവർ രണ്ടുപേരുടെയും പുറത്ത് ആ ഒരു സാൻഡ് പറ്റിയിട്ടുണ്ടായിരുന്നു. അത് ഒരു മാർക്കിംഗ് ആയിട്ട് യൂസ് ചെയ്ത് അതും ഇതും സാൻഡാണ് മാഗ്നറ്റാണ് അട്രാക്ട് ചെയ്യണം. അങ്ങനെ അവരെ പിടിച്ച് നിർത്തിയതാണ് ഇപ്പോൾ ഇത് കറക്റ്റായിട്ട്. ഏറ്റവും കൃത്യമായിട്ട് അത് ഷിൻകി യൂസ് ചെയ്തത് ബൊറൂട്ടോയുടെ ബർത്താണ്. കാരണം ബൊറൂട്ടോയുടെ ഒറിജിനലിൻ്റെ ബർത്തേ അതുണ്ടായിരുന്നുള്ളൂ, ക്ലോൺസിൻ്റെ ബർത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ബൊറൂട്ടോനെ മാത്രം കൃത്യമായിട്ട് പിടിക്കാൻ അതിനെ കൊണ്ട് സാധിച്ചു. എന്തായാലും ഷിൻകി ബുദ്ധിമാൻ തന്നെ എന്നിവിടെ നിന്ന് കാഗേമാരെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ ഷിൻകി പറയുന്നുണ്ട്, നിങ്ങളെക്കാളൊക്കെയും പെരുത്തവൻ ഞാനാണ്, അങ്ങനെ സൂപ്പർ ഞാനാണ്. ലീഫ് വില്ലേജ് ആയിക്കോട്ടെ, ബാക്കി എല്ലാ വില്ലേജും സാൻഡ് വില്ലേജിന് താഴെയാണ്. ഹൊക്കായെ അയാളുടെ അടുത്തുള്ള ഇത് മാത്രം വെച്ചിട്ടാണ് എൻ്റെ ഡാഡി ഇങ്ങനെ നിൽക്കുന്നത്. അയാളാണ് ഏറ്റവും വലുതെന്നാണ് ഡാഡി പറയാറ്. പക്ഷേ എനിക്കിപ്പോൾ കാണിച്ചു കൊടുക്കണം, സാൻഡ് വില്ലേജാണ് ഏറ്റവും വലുതെന്ന്. ഇത് ഇവിടെ ഇരിക്കുന്ന ഒരൊറ്റ എണ്ണത്തിന് പിടിക്കുന്നില്ല, ലീഫ് വില്ലേജിലെ ഒരാൾക്കും പിടിക്കുന്നില്ല, ഒരു ഗനിനും പിടിക്കാതെ നിൽക്കുന്ന സാധനങ്ങളാണ് ഈ ഒരു ഷിൻകി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ഒട്ടും പിടിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവൻ നമ്മുടെ ഷിൻകി പറയുന്നത്, നീ നിൻ്റെ അച്ഛൻ്റെ ഇതിലാണ് നിന്ന് പോകുന്നത്, ഇത് മാത്രമോ ഈ ഫസ്റ്റ് തൊട്ട് ഇതുവരെ വന്ന ലീഫ് വില്ലേജിലെ ആൾക്കാരെല്ലാം ഒരേപോലെയാണ്. ലക്ക് ഫാക്ടർ വെച്ച് കയറി വന്നു, അല്ലാതെ ആർക്കും പവർ കൂടുതൽ കുറവ് അങ്ങനെയൊന്നും ഇല്ല. നീയൊക്കെ ലക്ക് ഫാക്ടറിലാണ് കയറി വന്നതെന്ന് പറയണം. അപ്പോൾ ബൊറൂട്ടോ ദേഷ്യം വന്ന് കൈ വലിച്ചു ഊരുന്നുണ്ട്. അപ്പോൾ കോട്ട് മിറ്റ്സുക്കി കാണുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ ബൊറൂട്ടോ പോയിട്ട് ഒരു ക്ലോൺ ഉണ്ടാക്കിയിട്ട് സറാഡയുടെ അടുത്ത് പോയിട്ട് ഹെൽപ്പ് ചെയ്യാണ്. സറാഡ നമ്മളുടെ ഫയർ ബോൾ യൂസ് ചെയ്ത് നമ്മളുടെ ഷിൻകിനെ അറ്റാക്ക് ചെയ്യാണ്. അങ്ങനെ പിടിവിട്ട് താഴെ ഇറങ്ങണം. താഴെ ഇറങ്ങുന്നതിന് വലിയ സന്തോഷം എന്ന് ഇവിടെ പറയാണ്. അപ്പോഴാണ് ഭയങ്കര പുക ഉണ്ടാക്കുന്നത് ഷിൻകി. നോക്കുമ്പോൾ വിങ്സ്, ചിറകുകൾ, ഷെറവലിൽ നിന്നും തൂവലെടുത്തിട്ട് അറ്റാക്ക് ചെയ്യാണ്. തൂവൽ വെച്ച് ഭയങ്കര രീതിയിൽ അറ്റാക്കാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബുള്ളറ്റ് പോലെ പോയിക്കൊള്ളാണ്, സൂചി പോലെ പോയിക്കൊള്ളാണ്. അപ്പോഴത്തേക്ക് ഇതിൽ നിന്ന് എല്ലാം എസ്കേപ്പ് ആയിട്ട് ആദ്യം സറാഡയാണ് മാറുന്നത്. കാരണം സറാഡയ്ക്ക് നേരെയാണ് അറ്റാക്ക് വരുന്നത്. അങ്ങനെ സറാഡ എന്ത് ചെയ്യുന്നുണ്ട്, മാറിയിട്ട് നേരെ പോയിട്ട് ഷിൻകിനെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുകയാണ്. അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ ഷിൻകിക്ക് ക്ലോസ് ആയിട്ട് പോവാണ്. അപ്പോൾ സറാഡ വിചാരിക്കുന്നത് എന്താ, ഷിൻകി അറ്റാക്ക് ചെയ്യാൻ ഇനിയും സമയം എടുക്കും, അപ്പോൾ എസ്കേപ്പ് ആവാമെന്ന്. അപ്പോൾ ബൊറൂട്ടോയ്ക്ക് ട്വിസ്റ്റ് മനസ്സിലായി. കാരണം ഈ ഒരു ഷെറവലും അതുപോലെ തന്നെ തൂകലും ഒക്കെ എന്താണ്, സാൻഡാണ്, അത് മാഗ്നറ്റാണ്. തിരിച്ചു വലിക്കുകയാണ് നമ്മളുടെ ഷിൻകി. തിരിച്ചു വലിക്കുമ്പോൾ കമുത്തി വലിക്കുകയാണ്, അതായത് ആരോ സറാഡയ്ക്ക് നേരെ വരുന്ന രീതിയിൽ വലിക്കുകയാണ്. അങ്ങനെ സറാഡയ്ക്ക് പുറത്ത് ആ തൂവലുകൾ കൊത്തിക്കയറി സറാഡ അവിടെ വീണ് പോവാണ്. സറാഡയുടെ ഗെയിം കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ എന്നിട്ട് ചിറക് കൊണ്ട് ഒരൊറ്റ അടിയും കൂടെ അടിക്കുകയാണ്. ഭയങ്കര അടി. അങ്ങനെ സറാഡ അത് ഭയങ്കരമായിട്ട് കൊണ്ട് കേട്ടോ. അത് ഒരു ദയവില്ലാതെ ഷിൻകി ചെയ്തേക്കുന്നത്. ഭിത്തി പൊളിച്ചാണ് സറാഡ അപ്പുറത്ത് പോയി കിടന്നത്. പുറത്ത് മൊത്തം ഈ സാധനം കുത്തി കയറിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ബൊറൂട്ടോയ്ക്ക് ആകെ കലിപ്പാവാണ്. ബൊറൂട്ടോ റസങ്കൻ എടുക്കാറ്, ഇതാർക്കും കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ബൊറൂട്ടോ ആണെങ്കിൽ കുറച്ച് നേരം നിന്നാണ് ആ റസങ്കൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ലൈറ്റ്നിങ് കമ്പൈൻ ചെയ്ത റസങ്കനാണ്. അതൊക്കെ സൂപ്പറായിട്ട് ബൊറൂട്ടോ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നതാണ്. ബൊറൂട്ടോ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് ഇത്ര ബെറ്റർ ആയിട്ട് ചെയ്തിട്ടില്ല. ഈ ഒരു സമയത്ത് ആ ഇമോഷൻ്റെ പേരിലാണ് ഇത് ചെയ്യുന്നത്. അതും കൊണ്ട് ഷിൻകിക്ക് നേരെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. ഷിൻകി ആണെങ്കിൽ ആ ഒരു നമ്മുടെ വിങ്സ് ഇല്ലേ, അതൊരു മൂർച്ചയേറിയ കുന്തം പോലെ വെക്കുകയാണ്. അത് ബൊറൂട്ടോയുടെ നേരെ വരാണ്. അവിടെ നമ്മളുടെ
കാണികളുടെ കണ്ണുകളിൽ നിറഞ്ഞു പോവാണ്. കാരണം സിമുറയൊക്കെ ആകെ ടെൻഷനിലാണ്. നമ്മളുടെ ഹിനാറ്റോ നറൂട്ടോയുടെ ഫൈറ്റ് കണ്ട് ടെൻഷൻ ആവില്ല, അതുപോലെയാണ് സിമുറ ടെൻഷൻ ആവുന്നത്. അപ്പോഴത്തേക്കും അതുപോലെ തന്നെയാണ് നമ്മളുടെ ഇവിടെ സറാട ടെൻഷൻ ആവുന്നത്. കാരണം അവൾക്ക് ബൊറൂട്ടോ ചെയ്യണമെന്നില്ല, എന്നാൽ ജയിക്കണമെന്നുണ്ടെന്നാലും അതേപോലെ നറൂട്ടോയും ടെൻഷൻ ആവുന്നത്. കാരണം മുമ്പിൽ നിൽക്കുന്നത് ബൊറൂട്ടോ, അവൻ ജയിക്കണമെന്നുണ്ട്, എന്നാൽ തന്നെയും അവന് ഒന്നും പറ്റരുതേന്നുമുണ്ട്. നമ്മളെ ഗാറ തന്നെ ഓർക്കുന്നുണ്ട്, ഷിൻകി എന്ത് ക്രൂവലായിട്ടാണ് നിൽക്കുന്നത്, അവന് ഒരു ഇതുമില്ലെന്ന്. ഇത് പറയാൻ ഗാറ എന്തുവാണ് നമ്മളെ ചുന്ന എക്സാമിൽ കാണിച്ചത് നമുക്ക് നന്നായിട്ടറിയാം. അപ്പോഴത്തേക്കും നമ്മളുടെ ബൊറൂട്ടോനെ കഴിക്കണം. ബൊറൂട്ടോയാണെങ്കിൽ പിന്നെയും മൂവിയാണ്. അവൻ്റെ ഫ്രണ്ട്സിനെ ആലോചിക്കുകയാണ്, അച്ഛനെ ആലോചിക്കുകയാണ്. അതായത് നറൂട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജയിക്കണമെന്ന്. കാണാൻ വന്നില്ലേ ഫസ്റ്റ് റൗണ്ട് സെക്കൻഡ് റൗണ്ട് ജയിച്ചതിന് ശേഷം. അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ഓർത്തിട്ട് ജയിക്കണം, പെട്ടെന്ന് ചെയ്യാനല്ല സാസ്കി പറഞ്ഞ ഇമോഷൻ കാരണം ഇൻക്രീസ് ആവുന്നത്. പക്ഷേ കോട്ട് ഇവിടെ ബൊറൂട്ടോ യൂസ് ചെയ്യുന്നുണ്ട്. അതൊരു പർപ്പിൾ ലൈറ്റ്നിങ് ആവുകയാണ്. ചെറുതായിട്ട് പർപ്പിൾ ആയി തുടങ്ങിയപ്പോഴേ ബൊറൂട്ടോ കോട്ട് യൂസ് ചെയ്തതാണ്. ഇല്ലെങ്കിൽ സ്വന്തം ഇതിൽ ജയിക്കായിരുന്നു. അത് ചെയ്യാതെ പെട്ടെന്ന് ജയിക്കാൻ വേണ്ടി ചെയ്തു. അങ്ങനെ നമ്മളുടെ ഷിൻകി അവിടെ തോറ്റു പോവാണ്. ബൊറൂട്ടോ ജയിക്കാൻ ഷിൻകി പോയി അടിച്ച് തെറിച്ച് വീഴുന്നുണ്ട്. ഷിൻകി അത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ നമ്മളുടെ ബൊറൂട്ടോ ജയിക്കുകയാണ്. എല്ലാവർക്കും സന്തോഷം. ഹൊക്കാഗയുടെ പയ്യൻ ഇത് ചെയ്യുമെന്നത് ഞങ്ങൾക്ക് എല്ലാം അറിയാമെന്ന് പറഞ്ഞ ജനങ്ങളെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. നറൂട്ടോ ആണെങ്കിൽ ആകെ വിഷമിച്ച് പോവാണ്. ഹിനാറ്റയും ആകെ വിഷമിച്ച് പോവാണ്. നമ്മുടെ മിറ്റ്സുക്കി ആണെങ്കിൽ ചിരിക്കുകയാണ്. നറൂട്ടോ മെല്ലെ നമ്മുടെ ബൊറൂട്ടോ അടുത്തേക്ക് നടന്നു വരുന്നുണ്ട്. ബൊറൂട്ടോ പഞ്ച് കൊടുക്കാനായിട്ട് കൈ കൊടുക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷം ബൊറൂട്ടോയ്ക്ക്. അപ്പോഴത്തേക്കും നറൂട്ടോ ആണെങ്കിൽ ബൊറൂട്ടോയ്ക്കും പഞ്ച് കൊടുക്കാനായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷേ എന്തോ ഒരു വ്യത്യാസം. അങ്ങനെ ബൊറൂട്ടോ അത് ശ്രദ്ധിക്കുമ്പോൾ തന്നെ നറൂട്ടോ കൈ പിടിച്ച് പോക്കാണ് ബൊറൂട്ടോടെ. നീ എന്തിനാ മോനെ ഇത് ചെയ്തത്, നീ എന്തിനാ ഇത് ചെയ്തത് എന്ന് നറൂട്ടോ ചോദിക്കുന്നുണ്ട് ബൊറൂട്ടോനോട്. ബൊറൂട്ടോയ്ക്ക് ആകെ പേടിയാവാണ്. എനിക്ക് പേടിയാവാണെന്ന രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഹിനാട്ടയ്ക്ക് മനസ്സിലായി, ഹിമവാരിക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ നമ്മളുടെ നറൂട്ടോ പറയാണ്, ബൊറൂട്ടോ നീ ചെയ്തത് തെറ്റാണ്. കാരണം എൻ്റെ മകൻ എന്ന രീതിയിലല്ല ഞാൻ പറയുന്നത്, ഒരു ജൂനിയർ എക്സാമിന് വന്ന ഒരു കാൻഡിഡേറ്റ്, ഒരു മത്സരാർത്ഥി എന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. ഈ വേദിയിലിരിക്കുന്ന, ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എൻ്റെ ശ്രദ്ധയിൽ പെടാതെ പോയതും എന്നാൽ കൃത്യസമയത്ത് ശ്രദ്ധയിൽ പെട്ടതുമായിട്ടുള്ളൊരു കാര്യം ഞാൻ ഇവിടെ വെച്ച് പറയാണ്. ബൊറൂട്ടോ എന്ന മത്സരാർത്ഥി ഇവിടെ സയൻറ്റിഫിക് നിഞ്ച ടൂൾ, അതായത് കോട്ട് എന്ന സാധനം ഉപയോഗിച്ചേക്കാണ്. അത് യഥാർത്ഥത്തിൽ തന്നെയും ഏറ്റവും കൂടുതൽ ജൂനിയർ എക്സാമിൽ നിരോധിച്ചിരിക്കുന്ന, ഒരിക്കലും ഉപയോഗിക്കരുത്, ഒരു നിഞ്ച ഒരിക്കലും ഉപയോഗിക്കരുത് എന്നൊരു സ്ഥാനത്ത് വരുന്ന സാധനമാണ്. കാരണം നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ലെങ്കിൽ ഞാൻ നേരെ പറഞ്ഞു തരാം. സയൻറ്റിഫിക് നിഞ്ച ടൂൾ അഥവാ കോട്ട് എന്നത് സ്വന്തം ശക്തി അല്ലാതെ മറ്റൊരാളുടെ ശക്തി എന്താണോ, അയാൾ പറയുന്ന ഏത് ടൈപ്പ്, ഏത് സ്റ്റൈൽ ജുട്സോ ആണോ അത് ഉപയോഗിക്കാനായിട്ട്, അത് കേട്ട് പറഞ്ഞാൽ, പേര് പറഞ്ഞാൽ മാത്രം മതി. അത് ഏത് പൊട്ടനും ഏത് ജുട്സുവും ഉപയോഗിക്കാം. അങ്ങനെ ആർക്ക് വേണോ, ഏത് വേണോ, എങ്ങനെ വേണോ, ഏത് ഗെയിമിൽ വേണോ ഹാർഡ് വർക്ക് ചെയ്തവനെ തോപ്പിച്ച് ജയിക്കാം. അതുകൊണ്ട് തന്നെ ഇത് സ്വന്തം സ്കില്ലൊന്നുമല്ല. നമ്മളുടെ ജൂനിയർ എക്സാം സ്വന്തം സ്കില്ല് ഉള്ള ആളെ കണ്ടുപിടിക്കാനായിട്ട്, ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്ത ആളെ കണ്ടുപിടിക്കാനായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബൊറൂട്ടോ എന്ന ഈ മത്സരാർത്ഥിനെ ജൂനിയർ എക്സാമിൽ നിന്ന് ഡിസ്ക്വാളിഫൈ ചെയ്യാണ്. അവൻ്റെ വിജയം ഡിസ്ക്വാളിഫൈ ചെയ്യാണ്. അത് മാത്രമല്ല, ഇനി ഒരിക്കലും നിഞ്ച ആയിട്ടിരിക്കാനുള്ളൊരു അർഹത ഇല്ലാത്ത ഒരു വ്യക്തിയായിട്ട് നിൽക്കാൻ ഞാൻ കാണുവാണ്. ഇവൻ്റെ ശിക്ഷ എന്നത് ഇവൻ ഈ ജൂനിയർ എക്സാമിൽ ഡിസ്ക്വാളിഫൈഡ് ആയി പോവാണ്. ഇവൻ്റെ തലയിലുള്ള ഹെഡ് ബാൻഡ് ഞാൻ എടുക്കുവാണെന്ന് പറഞ്ഞിട്ട് നറൂട്ടോ ഹെഡ് ബാൻഡും എടുക്കുവാണ്. ഇത് ബൊറൂട്ടോട് പറയുന്നുണ്ട് നീ ചുറ്റാതെ ഒന്ന് നോക്കാൻ. അപ്പോൾ ബൊറൂട്ടോ ഹെഡ് ബാൻഡ് എടുക്കുന്നതിന് മുമ്പാണ് ചുറ്റാതെ നോക്കുന്നുണ്ട്. ആകെ ബൊറൂട്ടോയ്ക്ക് തലയ്ക്ക് വട്ടാവുകയാണ്. കാരണം നമ്മളുടെ ഷിക്കഡായൊക്കെ നോക്കുന്ന നോട്ടത്തിൽ ബൊറൂട്ടോയ്ക്ക് ഒന്നും പറയാനില്ല. കാരണം ഷിക്കഡായി ചോദിക്കുന്നുണ്ട് നീ എന്നെയും ജയിച്ചത് അങ്ങനെയാണോ ഇടാന്ന്. അപ്പോൾ ബൊറൂട്ടോ അങ്ങനെ അല്ലെങ്കിലും ബൊറൂട്ടോ പറയാണ്, അതായത് തുടക്കം മുതലേ അങ്ങനെ ഉപയോഗിച്ചു ബൊറൂട്ടോ. അത് ബൊറൂട്ടോയുടെ സ്വന്തം കഴിവിനെ താഴ്ത്തിയതുപോലെ, അതായത് ബൊറൂട്ടോ സ്വന്തം കഴിവില്ലാത്തവനായി. ഇതിപ്പോൾ ചെറിയ സംഭവത്തിന് വേണ്ടിയിട്ടായിരിക്കും നമ്മളെ ബൊറൂട്ടോ യൂസ് ചെയ്ത് സ്വന്തമായിട്ട് ചെയ്യാവുന്ന കാര്യം എളുപ്പത്തിന് വേണ്ടി ചെയ്തു. യഥാർത്ഥത്തിൽ ബൊറൂട്ടോ നല്ല ടാലൻറ്റഡ് ആണ്, കഴിവുള്ളൊരു മത്സരാർത്ഥിയാണ്. പക്ഷെ അതൊക്കെ വെറുതെ ആയിപ്പോയി. ആൾക്കാരെല്ലാം വിളിക്കുകയാണ് കള്ളൻ, നീ നമ്മുടെ ഹൊക്കാഗയ്ക്ക് തന്നെ മോശം കൊണ്ടുവന്ന കള്ളനാണ് നീ. നമ്മുടെ നറൂട്ടോ ആ സ്റ്റേഡിയത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ട് കാഗേമാരെല്ലാം വിചാരിച്ചത് ബൊറൂട്ടോ സ്വന്തം മോനായതുകൊണ്ട് അപ്രിഷിയേറ്റ് ചെയ്യാൻ പോകുന്നതാണ്. ആ ഒരു സന്തോഷത്തിലാണ് കാഗേമാരുന്നത്. പക്ഷേ ഇത് കണ്ടതും നറൂട്ടോയ്ക്ക് തന്നെ അപമാനമായി പോയല്ലോ ഈ ബൊറൂട്ടോ, ഇവൻ എന്താ കാണിച്ചെന്ന രീതിയിൽ നിൽക്കുകയാണ്. അപ്പം നറൂട്ടോ സത്യസന്ധനായ ഒരു കാഗയായിട്ടും ഈ ഒരു ഇത് നടത്തുന്ന ആളായിട്ട് നിന്നാണ് ഇത് ചെയ്തത്. അപ്പോഴത്തേക്കും നമ്മളുടെ ബൊറൂട്ടോയ്ക്ക് ഭയങ്കര ദേഷ്യം വരികയാണ്. കാരണം ബൊറൂട്ടോ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്, ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ബൊറൂട്ടോയുടെ കുറേ
കഴിവ് ലൈറ്റ്നിങ് ആയിക്കോട്ടെ, ഷാഡോ ക്ലോണിങ് ആയിക്കോട്ടെ, നമ്മുടെ റസങ്കൻ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ ബൊറൂട്ടോ അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ അതിന് ഒരു ഉപയോഗവും ഇല്ലാതായി പോയേക്കാണ്. എന്ത് കാരണം? അവൻ്റെ ആ ഒരു എളുപ്പ വഴി കാരണം, അതായത് അവൻ്റേതല്ലാത്ത ഒന്ന്. നമ്മൾ കോപ്പി അടിച്ച് എക്സാം എഴുതുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു സംഭവമാണിത്. അതായത് നമ്മൾ പിടിക്കപ്പെട്ട നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാം പോയി. പിടിക്കപ്പെട്ടില്ലെങ്കിലും അത് ഭാവിയിൽ എന്ത് ചെയ്യുന്നില്ല, നമ്മളെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവുന്നില്ല അത് പാസ്സായി എന്ന് വെച്ചിട്ട്. സോ അതാണ് ഇതിൽ കൂടെ തെളിവാകുന്നത്. ജനങ്ങളെല്ലാം അവൻ്റെ ഇമേജ് പോയി കാണാം. ഒരു കഴിവും ഇല്ലാത്തതായിട്ട് ബൊറൂട്ടോനെ കാണാണ്. അപ്പോഴത്തേക്കും നറൂട്ടോ പറയുന്നുണ്ട്, അച്ഛൻ എന്ന സ്ഥാനത്ത് ഞാൻ നിന്നെ പിന്നെ വന്ന് കണ്ടോളാമെന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ വൃത്തികെട്ട സയൻറ്റിസ്റ്റ് അങ്ങോട്ടേക്ക് വരാം. അപ്പോഴത്തേക്കും ആ സയൻറ്റിസ്റ്റ് വന്നിട്ട് പറയാണ്, അതായത് നീ ജയിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ തന്നെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് അനൗൺസ് ചെയ്തേനെ, ഇവരെല്ലാം പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ അനൗൺസ് ചെയ്തേനെ. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് കോർട്ടിൻ്റെ പ്രൊമോഷനാണ് വലുത് മോനെ, നിൻ്റെ വിജയമൊന്നുമല്ല എനിക്ക് വലുത്. നീ ജയിച്ചിരുന്നു നോക്കിയാൽ കോർട്ട് കാരണമാണ് ജയിച്ചതെന്ന് പറഞ്ഞതിന് ബൊറൂട്ടോ ഞെട്ടിപ്പോയി. എന്നിട്ട് പറയാണ്, എല്ലാവരും കേൾക്കാനായിട്ട് പറയാണ്, ബൊറൂട്ടോ എങ്ങനെ ജയിച്ചു എന്ന് പറഞ്ഞാലും ഇത് യൂസ് ചെയ്തിട്ടാണ് അവൻ ജയിച്ചത്, അവന് ഒരു കഴിവുമില്ല, അവൻ ഇത് ഫുൾ ഇതാണെന്ന് പറയാണ്. അതുകൊണ്ട് സ്വന്തം കഴിവ് മൊത്തം ഇല്ലെന്ന് പറഞ്ഞാണ് ഈ വൃത്തികെട്ട സയൻറ്റിസ്റ്റ്. അപ്പോൾ നറൂട്ടോയ്ക്ക് ഒരു ബാഡ് ഫീലിംഗ് വരാണ്. നോക്കിയാൽ അവിടെ വന്നേക്കുന്നു നമ്മുടെ ഷിക്കിമാർ. അങ്ങനെ അവിടെ വെച്ചാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.